കേരളത്തിൽ SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതാ ഈ എന്യൂമറേഷൻ ഫോം അപേക്ഷ എല്ലാവർക്കും നൽകി അത് പൂരിപ്പിച്ചു വാങ്ങി ആദ്യത്തെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ കണക്കനുസരിച്ച് എന്യൂമറേഷൻ ഫോം നൽകിയതിൽ ഏതാണ്ട് 91% കൂടുതൽ ആൾക്കാർ ആ അപേക്ഷ പൂരിപ്പിച്ച് തിരിച്ചു നൽകിയിട്ടുണ്ട്. അവരെല്ലാം ഈ കരട് വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ പെടാതെ പോയത് കൃത്യമായി പറഞ്ഞാൽ 24,80,503 പേരാണ്. ഇവരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി കഴിഞ്ഞപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കണക്ക്. അതിൽ 6,49,885 പേർ മരിച്ചു. 8,21,622 പേർ സ്ഥലം മാറിപ്പോയി. ബാക്കി ഉള്ള ആൾക്കാരെ കണ്ടെത്താനുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ഞാൻ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മുമ്പ് ഈ വിഷയം ഏതാനും ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് നീക്കം ചെയ്യും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. കൃത്യമായിട്ടും ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 24,80,503 പേർ ആണ് പുറത്തായിരിക്കുന്നത്. ഈ സംസ്ഥാന വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടികയിൽ 1,23,83,341 പുരുഷന്മാരും 1,30,58,731 വനിതകളും അതുപോലെ 280 മൂന്നാം ലിംഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടെ ആണ് 2,54,42,352 പേർ ഇടം പിടിച്ചിട്ടുള്ളത്. ശതമാനക്കണക്കിൽ പറഞ്ഞാൽ 91.35%. ഇനി കണ്ടെത്താനുള്ളത് ആണ് നേരത്തെ പറഞ്ഞ 24,80,503 പേർ. അതിൽ 6,49,885 പേർ മരിച്ചു പോയവരാണ്. അവരെ സ്വാഭാവികമായിട്ടും നീക്കം ചെയ്യും. അതുപോലെ 8,21,622 പേർ സ്ഥലം മാറിപ്പോയവരാണ്. അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കും. അതുകൊണ്ട് തന്നെ അവരെയും നീക്കം ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാൻ വിസമ്മതിച്ചവരും ഫോം സ്വീകരിച്ച ശേഷം പൂരിപ്പിച്ച് നൽകാൻ വിസമ്മതിച്ചവരുമുണ്ട്. ഇവരുൾപ്പെടെ ഏതാണ്ട് 6,45,548 പേരെയാണ് കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഈ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അച്ചടിച്ച പകർപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ www.ceo.kerala.gov.in/voters corner എന്ന ആ വെബ്സൈറ്റിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SCNET മൊബൈൽ ആപ്പ് അതുപോലെ voters.eci.gov.in വെബ്സൈറ്റ് എന്നിവ വഴിയും പട്ടിക പരിശോധിക്കാം. ഏതാണ്ട് 25,468 ബൂത്തുകളിലെ BLOമാരാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. പുതിയതായി 5,030 ബൂത്തുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള ബൂത്തുകളിലും പുതിയ 5,030 ബൂത്തുകളിലുമായി മുഴുവൻ വോട്ടർമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ഇനി പട്ടികയിൽ ഇടം പിടിക്കാത്തവർക്ക് തങ്ങളുടെ പേര് ചേർക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അത് ഈ ഫോം 6 അപേക്ഷ 6 പൂരിപ്പിച്ച് നൽകണം. ഒപ്പം സത്യവാങ്മൂലവും നൽകണം.
വിദേശത്തുള്ളവർക്ക് പേര് ചേർക്കാൻ ഫോം 6A, അപേക്ഷ 6A ആണ് നൽകേണ്ടത്. എല്ലാ ഫോമുകളും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവിടെ നിന്ന് BLOമാരെ സമീപിച്ചും അവിടെ നിന്നും ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാം. പൂരിപ്പിച്ച് BLOമാരുടെ സഹായത്തോടു കൂടി തന്നെ പൂരിപ്പിച്ച് നൽകുകയും ചെയ്യാം. ഈ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കാനും കരട് പട്ടികയിൽ മേലുള്ള പരാതികൾ സംബന്ധിച്ചും ജനുവരി 22 വരെ അപേക്ഷ നൽകാം. ഈ വിഷയം കോടതിയിൽ എത്തിയതാണ്. സുപ്രീം കോടതി കേരള സർക്കാർ അടക്കം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, എനിക്ക് തോന്നുന്നു ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾ ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. ഇത് ഡിസംബർ 18-നായിരുന്നു ഫോം പൂരിപ്പിച്ചു നൽകേണ്ട അവസാന തീയതി. അത് സുപ്രീം കോടതി 2 ദിവസം കൂടെ നീട്ടി നൽകി ഡിസംബർ 20 അത് പോരാ എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി നിങ്ങൾ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കൂ, നിവേദനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു സർക്കാരിന്റെ അപേക്ഷ പരിഗണിക്കണം എന്ന്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ജനുവരി 22 വരെ ഈ പരാതികളെല്ലാം നമുക്ക് അപേക്ഷിക്കാം. പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാം. ഹിയറിംഗിൽ പരാതി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹിയറിംഗ് നടക്കും. അതിൽ പരാതി ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം. അവിടെ ജില്ലാ കളക്ടറുടെ അടുത്തും ഈ പരാതിക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ സമീപിക്കാം. അങ്ങനെ വളരെ വിപുലമായ സൗകര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും 6,45,548 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇവരെ കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് BLOമാരും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ച് ഇവരെ കൃത്യമായിട്ട് കണ്ടെത്താനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. എന്നാൽ അതേസമയം ഈ ഒഴിവാക്കി കഴിഞ്ഞ് പരാതികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇപ്പോൾ ജനുവരി 22 വരെ സമയമുണ്ട്. നമുക്കറിയാം ബീഹാറിൽ 1ാം ഘട്ട SIR നടപ്പാക്കിയപ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആൾക്കാരാണ് അവിടെ വോട്ടർ പട്ടികയിൽ നിന്നൊക്കെ പുറത്തായത്. അവിടെ വലിയ കോലാഹലങ്ങളൊക്കെ നടന്ന് അതിന്റെ പേരിൽ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവർ സുപ്രീം കോടതിയിൽ പോയി. കോടതി ആ ഹർജികളെല്ലാം പരിഗണിച്ച് വാദം കേട്ടതിന് ശേഷം തള്ളുകയായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് SIR രാജ്യം മുഴുവനും നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ഇവിടെ അതുപോലെ ഇവരെ കണ്ടെത്താൻ എല്ലാ വഴികളും ശ്രമിക്കണം. അങ്ങനെ നടന്നില്ല, അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ പുറത്ത് ചില അന്വേഷണങ്ങൾ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വളരെ കൃത്യമായിട്ട് SIR നടപടികൾ നടന്നിരിക്കുന്നു. ഈ കാണാതെ പോയ ആൾക്കാരുടെ സംഖ്യ കുറവാണ്, ചെറുതാണ് എന്ന് കരുതണ്ട. ഇത് വലിയ സംഖ്യ തന്നെയാണ്. അതുപോലെ ഈ മരിച്ചുപോയവര്, സ്ഥലം മാറിപ്പോയവര്, ഇവരുടെയൊക്കെ വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമായിരുന്നു. അതെല്ലാം SIRലൂടെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 15 ലക്ഷത്തോളം വോട്ടുകൾ മരിച്ചുപോയവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും കൂടി ഉണ്ട്. അത് കൃത്യമായിട്ട് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SIRലൂടെ സാധിച്ചിരിക്കുന്നു. വോട്ടർ പട്ടിക പരമാവധി ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കേരളം ഹർജിയുമൊക്കെ ആയിട്ട് പോയെങ്കിലും അതിനൊന്നും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. സുപ്രീം കോടതി സ്റ്റേ കൊടുക്കും എന്നൊക്കെയാണ് ചിലർ വീരവാദം അടിച്ചിരുന്നത്. ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികളുടെ ചില വക്കീലന്മാർ ഒക്കെ പറഞ്ഞിരുന്നത് സുപ്രീം കോടതി ഈ സ്റ്റേ കൊടുക്കും. അത് കൊടുക്കാതായപ്പോൾ അത് ഇക്കാര്യത്തിൽ സ്റ്റേ ഒന്നും കൊടുക്കേണ്ടതില്ല, അത് കേസ് വരട്ടെ, വാദം നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും രാജ്യം മുഴുവനും SIR നടപ്പാക്കി, വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച്. മുമ്പ് പലപ്പോഴും നടന്നതാണ്. ഇതിനു മുമ്പ് 9 തവണ SIR നടപ്പാക്കിയിട്ടുണ്ട്. 1950 ശേഷം 9 തവണ SIR
നടപ്പാക്കുകയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്തതാണ്. അന്നൊന്നുമില്ലാത്ത കോലാഹലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചെയ്യുമ്പോൾ. ഇത് എന്തോ നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും ഒക്കെ ചേർന്ന് എന്തോ ഒരു കൂടോത്രം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഈ നാട്ടിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രതീതിയാണ് ഇവർ ഉണ്ടാക്കിയത്. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിന്റെ, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണിത് എന്ന് വരെ പറഞ്ഞു പിടിപ്പിച്ചു കളഞ്ഞു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരെ ഉയർന്നു. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ബീഹാറിൽ ഉൾപ്പെടെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 50 ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ ഉയർന്ന പരാതി കേവലം 2 പരാതികളാണ് ഉയർന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അന്ന് സുപ്രീം കോടതി തന്നെ ആശ്ചര്യപ്പെട്ടു, എന്തുകൊണ്ട് ഇത്രയും പേരെ നീക്കം ചെയ്തിട്ട് പരാതികൾ വരുന്നില്ല? അപ്പോൾ അതിന്റെ അർത്ഥം ഇത്രയും വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും നുഴഞ്ഞു കയറിയവരുടെയും ഒക്കെ വോട്ടുകളാണോ ഇത് എന്നാണ് അന്ന് സുപ്രീം കോടതി ചോദിച്ചത്. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി നടപ്പായി. കേരളത്തിൽ ഈ പറയുന്നത് പോലെ 24,80,503 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ വോട്ട് അവകാശം അവർക്ക് ഇല്ല അല്ലെങ്കിൽ അസാധുവാണ് എന്ന് കണ്ടെത്തി അവരെ നീക്കം ചെയ്യാനുള്ള ഒരു കരുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിവരശേഖരണത്തിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ട. ജനുവരി 22-ന് പരാതികളെല്ലാം സമർപ്പിക്കാനുള്ള സമയമാണ്, അവസാന തീയതിയാണ്. അതിനുള്ളിൽ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിലുള്ള കറുപ്പും വെളുപ്പും തിരിയും എന്ന് നമുക്ക് കരുതാം.